അപ്പൊ നല്ലതേത്, ചീത്തയേത്, നന്മയേത്, തിന്മയേത്, ധർമ്മമേത്, അധർമ്മമേത് എന്ന് വേർതിരിച്ച് വ്യക്തമാക്കി വിശദീകരിച്ചു തരാൻ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതിൽ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനാണ് മാനവരാശിയുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നന്മയാണെന്ന് പറഞ്ഞതാണ് നന്മ. ആ വിശുദ്ധ ഖുർആൻ തിന്മയാണെന്ന് പറഞ്ഞത് തിന്മയാണ്. ആ ഖുർആൻ അധർമ്മമാണെന്ന് പറഞ്ഞത് അധർമ്മമാണ്, ധർമ്മമാണെന്ന് പറഞ്ഞത് ധർമ്മമാണ്. അപ്പോൾ മാത്രമേ മനുഷ്യന് നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. നിശ്ചയമായും വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ മാർഗം കാണിക്കുന്നു. ഏറ്റവും ചൊവ്വായതിലേക്കാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്? മാർഗം കാണിക്കുന്നത്. അഥവാ ഖുർആൻ പറഞ്ഞതാണ് എന്നും ശരി. ഇന്നലെ ശരി അതാണ്, ഇന്നതാണ് ശരി, നാളെയും അതായിരിക്കും ശരി, ഈ ലോകാവസാനം വരെ അതായിരിക്കും ശരി. എന്നാൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഏത് ദർശനങ്ങളാകട്ടെ, അത് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറയാൻ കഴിയില്ല, ഇന്നു പറഞ്ഞത് നാളെ പറയാൻ കഴിയില്ല. അതിങ്ങനെ മാറ്റി മറിഞ്ഞുകൊണ്ടേയിരിക്കും. യാതൊരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട.